മുന്നിൽ സംസാരിക്കുന്നത് യുദ്ധം സമാധാനം കൊണ്ടുവരില്ല എന്ന ശീർഷകത്തെ കുറിച്ചാണ്. ഇന്ന് ലോകം വലിയ യുദ്ധഭീതിയിലാണ്. അതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ സമീപകാലത്ത് ഇല്ലാത്ത അഭയാർത്ഥി പ്രശ്നം നേരിടുകയാണ് ഉക്രൈൻ, ഫലസ്തീൻ പോലുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾ. അവർ പീഡനങ്ങൾ അനുഭവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. യുദ്ധങ്ങൾ എന്തിനാണെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. യുദ്ധങ്ങൾക്ക് ശേഷം ഉണ്ടായിത്തീരുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ലോക പ്രശസ്ത ക്ലാസിക് കൃതിയായ യുദ്ധവും സമാധാനവും എന്ന തന്റെ കൃതിയിൽ ലിയോ ടോൾസ്റ്റോയ് അതിന്റെ അവസാനത്തിൽ കുറെ പടയാളികൾ മരിച്ചു കിടക്കുന്നതിന്റെ മുന്നിൽ ഒരു പടയാളിയുടെ ചോദ്യം വളരെ പ്രധാനമാണ്. മനുഷ്യരിങ്ങനെ മരിച്ചു കിടക്കുകയാണ്. ആകാശത്ത് കാർമേഘങ്ങൾ മൂടി മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് പതിക്കുന്നു. ഭക്ഷണവും വിശ്രമവും ഇല്ലാതെ ആകെ ക്ഷീണിച്ചു. യുദ്ധം വീണ്ടും ആരംഭിക്കുന്നതിന്റെ ഭീകരതയെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു. ഞാൻ ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി ചാകണം? യുദ്ധങ്ങൾ ഒന്നിരിക്കൽ ഒരു രാജാവിന്റെയോ അല്ലെങ്കിൽ ഒരു അധികാരത്തിന്റെ ആധിപത്യത്തിനു മാത്രമാണ്. ആ യുദ്ധങ്ങളിലെല്ലാം കുറെ സ്ത്രീകൾ വിധവകളാകുന്നു, കുറെ കുട്ടികൾ അനാഥരാകുന്നു, കുറെ മനുഷ്യർ ഒറ്റപ്പെടുന്നു. മനുഷ്യർ ഉണ്ടാക്കിയെടുത്ത നഗരങ്ങൾ തകർന്നു തരിപ്പണമാകുന്നു. പരിശുദ്ധ ഇസ്ലാമിൽ യുദ്ധങ്ങളെ പറ്റിയുള്ള കാഴ്ചപ്പാട് ഇങ്ങനെയാണ്. യുദ്ധങ്ങൾ ചെയ്യേണ്ട ചില സന്ദർഭങ്ങളിൽ യുദ്ധങ്ങൾ ആവശ്യമായേക്കാം. യുദ്ധങ്ങൾ ചെയ്യേണ്ട ചില രീതികൾ വിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വഖാതിലൂന ഫീ സബീലില്ലദീന യുഖാതിലൂനകും. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക. നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്നാൽ നിങ്ങളുടെ സാമ്പത്തികം നശിപ്പിക്കുന്ന ഒരു വിഭാഗത്തിനോട് നിങ്ങൾക്ക് യുദ്ധം സമാധാനത്തിന് വേണ്ടി ആവശ്യമായേക്കാം. ചിലപ്പോൾ അക്രമികളെ അടിച്ചമർത്താൻ വേണ്ടി ആവശ്യമായേക്കാം. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിന് പറഞ്ഞയക്കുന്നതിന് മുമ്പ് പ്രത്യേകം അനുചരോട് ഉണർത്താറുണ്ടായിരുന്നു. സമാധാനത്തിന് ഭംഗം വരുന്ന വിധത്തിലാവരുത് അവരോടുള്ള നിങ്ങളുടെ മുന്നേറ്റമെന്ന്. വർത്തമാനകാലത്ത് യുദ്ധം തീർത്തും സമാധാനപരമല്ല. നിരപരാധികളായ നിരവധി മനുഷ്യരുടെ ജീവനാണ് പൊലിഞ്ഞു പോകുന്നത്. സമാധാനവും സുരഭിലവുമായ അന്തരീക്ഷം നിറഞ്ഞൊഴുകട്ടെ എന്നും ശാന്തിയുടെ വെള്ളരിപ്രാവുകൾ ചിറകു വിടർത്തി പറക്കട്ടെ എന്നും നമുക്ക് പ്രത്യാശിക്കാം. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.